ഒരു ഡയറക്ഷൻ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കയറി ഇവിടെ കൊടുത്തു ഇങ്ങനെ വന്നു ഇത് കൊടുക്കുന്നേക്കാൾ എപ്പോഴും കാറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുക. പോലെ നമ്മൾ വീടിൻ്റെ അകത്തും ഈ കാറ്റിനെ വെച്ച് കളിക്കുവാണ് ഉണ്ട്. അപ്പൊ അത് കുറെ പറയാനുണ്ട് നമുക്ക്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജീവൻ. എൻ്റെ കൺസൾട്ടിങ് ആർക്കിടെക്ട് ആണ്. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എയർ ഫ്ലോ അല്ലെങ്കിൽ വെന്റിലേഷൻ്റെ ഉപയോഗത്താൽ, നല്ലൊരു വെന്റിലേഷൻ്റെ ഉപയോഗത്താൽ വീടിൻ്റെ അകത്തെ എയർ ഫ്ലോ എങ്ങനെ കൺട്രോൾ ചെയ്യാം. വീടിൻ്റെ അകത്തെ അസുഖങ്ങൾ മാറ്റാനാണെങ്കിലും, അലർജീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റാനാണെങ്കിലും, ദുർഗന്ധങ്ങൾ മാറ്റാനാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട്ടിലെ എയർ ഫ്ലോ. വീട്ടിലെ നല്ലൊരു എയർ ഫ്ലോ ഉണ്ടെങ്കിൽ ഇതൊന്നും വരാതെ നമുക്ക് പൂർണ്ണമായി നല്ലൊരു ഹെൽത്തി ലൈഫ് ജീവിക്കാൻ സാധ്യമാണ്. നമ്മളെ പണ്ടത്തെ പഴയ വീടുകൾ നമ്മൾ പ്ലാനുകൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ വെന്റിലേഷൻ വളരെ ശക്തമായ ആർക്കിടെക്ചർ പ്ലാനിങ്ങിൽ കൂടെയാണ് അവർ വീട് നിർമ്മിച്ചേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല ഒരു ജീവിത ശൈലിയും, അതായത് ജീവിക്കാൻ നല്ലൊരു പോസിറ്റീവ്നെസ് നമുക്ക് വീട്ടിനുള്ളിൽ വരും. നമ്മുടെ ടെക്നോളജി എത്ര വർദ്ധിച്ചാലും, ഒരു മോഡേൺ ഒരു നല്ലൊരു ഡിസൈനിലേക്ക് വീട് കൊണ്ടുവന്നാലും, വീടിൻ്റെ അകത്തെ ഒരു നല്ല വെന്റിലേഷൻ്റെ പ്ലാനിങ്ങിൽ കൂടെ ഉണ്ടാകുന്ന ഒരു വീട്ടിലെ എയർ ഫ്ലോ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതൊരു പന്നൊരു പ്ലാൻ തന്നെയാണ്. അപ്പം പ്ലാനിങ്, വീടിൻ്റെ ഒരു എയർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തമായ ഒരു പ്ലാനിങ് എന്തുകൊണ്ടും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കാം. നമ്മുടെ വീട് വെക്കാൻ മുമ്പേ നമ്മുടെ ആർക്കിടെക്ചർ ഫേമിലെ ആദ്യം നോക്കുന്ന ഒരു കാര്യമാണ് വിൻഡ് ഡയറക്ഷൻ. ഇപ്പം വിൻഡ് ഡയറക്ഷൻ നമുക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്, നമുക്ക് വെബ്സൈറ്റുകളുണ്ട് ഒരു സ്ഥലത്തെ വിൻഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. അത് പലപ്പോഴും അത് ആക്യുറസി കൂടിയതല്ല ആ ഡേറ്റ. കാരണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എയർ ഫ്ലോനെ അത് പല രീതിയിൽ, അത് അയലത്തെ വീടായിക്കോട്ടെ മരങ്ങളായിക്കോട്ടെ, പല രീതിയിൽ അത് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം എപ്പോഴും നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഡേറ്റ വെച്ച് വിൻഡ് ഡയറക്ഷൻ അളക്കാൻ സാധിക്കില്ല. രണ്ടാമത്, നമ്മുടെ വീടിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എപ്പോഴും ഒരു വിൻഡ് ഡയറക്ഷൻ വെച്ചാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്താലേ നമുക്ക് നല്ലൊരു എയർ ഫ്ലോ നമുക്ക് വീട്ടിലേക്ക് വരൂ. അതേപോലെ വീട്ടിലേക്കുള്ള കാറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ സാധിക്കുന്ന ഒരു ഘടകമുണ്ട്, അത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറാണ്. നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്ങിൽ കൂടെ ഒരു പരിധി വരെ നമുക്ക് വിൻഡ് ഡയറക്ഷൻ മാറ്റാൻ സാധിക്കും. നമുക്ക് രണ്ട് തരം വെന്റിലേഷൻ പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന് നാച്ചുറൽ വെന്റിലേഷൻ, രണ്ട് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഈ മെക്കാനിക്കൽ വെന്റിലേഷൻ വരുന്ന കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന വീട്ടിലേക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് ചെയ്യുന്നത് അത് നാച്ചുറൽ വെന്റിലേഷൻ രീതിയാണ്. അതായത് നമ്മളെ വിൻഡോസ് ആയിക്കോട്ടെ, ഡോർസ് ആയിക്കോട്ടെ, ഒരു ഹ്യൂജ് ഓപ്പണിംഗ് ആയിക്കോട്ടെ, അപ്പം അത് വെച്ച് അതിലേക്കുള്ള വിൻഡിൻ്റെ ഡയറക്ഷനിൽ കടത്തി വിട്ട് ഹോട്ട് എയറിനെ അല്ലെങ്കിൽ ഫുൾ കാറ്റിനെ പുറം തള്ളാനുള്ള ഒരു ഔട്ട്പുട്ട് കൊടുത്ത് അതിലേക്കൂടെ തള്ളിക്കളയുക. അതാണ് നമ്മുടെ നാച്ചുറൽ വെന്റിലേഷൻ. അതേപോലെ മെക്കാനിക്കൽ, നമ്മുടെ AC-യുടെ വെന്റ് പോലെ അകത്തെ എയർ വെലോസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മെക്കാനിക്കൽ വെന്റിലേഷൻ കൂടുതലും വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഇപ്പം ബാംഗ്ലൂരിലെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ ടൈറ്റ് സ്പേസ്, അപ്പുറത്തും ബിൽഡിംഗ് പുറയിലും മുമ്പിലും എല്ലാം ബിൽഡിംഗ് ആകുമ്പോൾ അവിടെ വിൻഡോ ഓപ്പൺ ചെയ്താലും അവിടെ എയർ ഫ്ലോ വരാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മെക്കാനിക്കൽ വെന്റിലേഷൻ. പല വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ റെസിഡൻഷ്യൽ പർപ്പസ്, ഇപ്പം കേരളത്തിലെ പോലെ നാട്ടിൽ എപ്പോഴും നാച്ചുറൽ വെന്റിലേഷൻ്റെ ആവശ്യമേ. പ്രധാനപ്പെട്ട രണ്ട് രീതിയിലുള്ള വെന്റിലേഷനാണ് നമ്മൾ നാച്ചുറൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ക്രോസ് വെന്റിലേഷനാണ്, രണ്ട് സ്റ്റാക്ക് വെന്റിലേഷനാണ്. എന്താണ് ഈ ക്രോസ് എന്ന് പറഞ്ഞാൽ, ഒരു സൈഡിൽ നിന്ന്, ഒരു വോളിൽ നിന്ന് അകത്തേക്ക് ഇൻലെറ്റ് വരുന്ന എയറിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഓപ്പോസിറ്റ് വിൻഡോയിൽ കൂടെ പുറത്ത് തള്ളുന്നതാണ് ക്രോസ് വെന്റിലേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന ഒരു വെന്റിലേഷൻ. എന്താണ് സ്റ്റാക്ക് വെന്റിലേഷൻ? നമ്മുടെ റൂഫിൻ്റെ ഹൈറ്റിൽ ഒരു എയർ ഔട്ട്പുട്ട് കൊടുക്കുക. കാരണം ഇന്റീരിയറിലെ എയർ ചൂടായാൽ ഇത് ഡെൻസ് ആവുകയും ഇത് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മുകളിൽ ഒരു ഔട്ട്പുട്ട് കൊടുത്താൽ ഇതിൻ്റെ എയർ ഔട്ട്പുട്ടിലേക്ക് വെളിയിലേക്ക് പോകാൻ ഇത് സാധിക്കും. അതിനാണ് നമ്മൾ സ്റ്റാക്ക് വെന്റിലേഷൻ കൊടുക്കുന്നത്. അത് കെട്ടിക്കിടക്കുന്ന ഒരു റൂമിലെ ഒരു ടെമ്പറേച്ചർ കൂടിയാൽ അത് ഡെൻസ് ആവുകയും മുകളിലേക്ക് പോവുകയും. പക്ഷേ ഒരു ഡയറക്ഷണൽ വിൻഡിനെ നമുക്ക് പുറത്തേക്ക് തള്ളാൻ ക്രോസ് വെന്റിലേഷനും ഉപയോഗിക്കും.
അപ്പം ഈ രണ്ട് മാർഗമാണ് നമുക്ക് വെന്റിലേഷൻ ഉള്ളത്, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിലെ കുറെ തെറ്റുകളും ശരികളും, നമുക്ക് ക്രോസ് വെന്റിലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണിക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ ആകാൻ നോക്കുക. എപ്പോഴും നമ്മളെ പ്ലാൻ ആവശ്യപ്രകാരം അങ്ങനെ ആകണമെന്നില്ല. പക്ഷെ മാക്സിമം ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു യൂട്ടിലൈസേഷൻ, വീട്ടിലേക്കൊരു നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടാൻ സാധിക്കും. നമ്മൾ കാണുന്നില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാനും ഇതിനൊരു പ്രയോറിറ്റി കൊടുക്കാത്തതും. നമ്മുടെ അകത്തെ ചൂട് കാറ്റിനെ തണുത്ത കാറ്റും പുഷ് ചെയ്ത് വെളിയിൽ കളയുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മളത് കൊടുത്തേ പറ്റൂ. നമ്മൾ പലപ്പോഴും ഒരു തെറ്റായി കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഇതൊരു പ്ലാൻ ആണെങ്കിൽ ഇതിൻ്റെ ഒരു വിൻഡോ ഇവിടെയും ഇവിടെ ഒരു വിൻഡോ ആണെങ്കിൽ നമ്മുടെ എയർ സർക്കുലേഷൻ വരുന്ന ഇൻലെറ്റിൽ കൂടെ തണുത്ത കാറ്റ് വന്ന് ചൂട് കാറ്റിനെ ഇങ്ങനെ കളയും, അവിടെ കൂടെ കളയും. എന്നാൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ എയർ സർക്കുലേഷനെ അത് പിടിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത് അങ്ങോട്ട് ആ ഒരു വശത്തേക്ക് എയർ സർക്കുലേഷൻ പോകുന്നില്ല. ആ ഒരു ഡയറക്ഷൻ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കയറി ഇവിടെ കൊടുത്തു ഇങ്ങനെ വന്നു, ഇത് കൊടുക്കുന്നേക്കാൾ എപ്പോഴും കാറ്റിനെ ഡിസ്റ്റർബ് ചെയ്ത് ഇപ്പോൾ ഒരു വിൻഡോ ഒരു ഭാഗത്താണെങ്കിൽ അത് മറുഭാഗത്ത് മറ്റേ ആംഗിളിലേക്ക് കൊടുക്കാവൂ. കാറ്റിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിലേക്കുള്ള ഒരു ഡയറക്ഷണൽ കാറ്റിനെ നമുക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ പ്രസൻസിൽ നമുക്ക് കാറ്റിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ വീടിൻ്റെ അകത്തും ഈ കാറ്റിനെ വെച്ച് കളിക്കുവാണ്. അപ്പം അതിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇൻലെറ്റിനേക്കാൾ നമ്മുടെ ഔട്ട്ലെറ്റ് ഒരിക്കലും ചെറുതാകരുത്. നമ്മുടെ ഔട്ട്ലെറ്റ് എപ്പോഴും ഇൻലെറ്റിനേക്കാൾ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പിടി ലാർജർ വിൻഡോസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് സൈസ് വലുതായിരിക്കണം. എന്നാലേ ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് വരാൻ സാധിക്കും. നമ്മുടെ റൂം ഇതെടുക്കുവാണെങ്കിൽ നമ്മുടെ ഇൻലെറ്റ് ഇവിടെയും ഒരു സൈഡിൻ്റെ കോർണറിലും മറ്റേ ഔട്ട്ലെറ്റ് അതിൻ്റെ ഒരു എൻഡിലും കോർണർ ആകുമ്പോൾ ഇവിടെയും എയർ ഡയറക്ഷൻ ഈ ഒരു ക്രോസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ടച്ച് ആകുന്നില്ല. അവിടെ ആ ചൂട് അവിടെ തന്നെ കിടക്കും. ഇപ്പം നമ്മളൊരു ഇമാജിനറി ആയിട്ട് പറയുക, മാക്സിമം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു കാറ്റ് ഇങ്ങോട്ട് ഒരു തുള്ളി പോലും ഇങ്ങോട്ട് പോകുന്നില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് എയർ നമ്മളിപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ വേ തന്നെയാണ്, നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്താ ഡിസൈൻ ചെയ്യാൻ പറ്റാത്തത്? പക്ഷേ ഒരു നല്ല രീതിയിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് എയർ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതൊരു തെറ്റാണ്. അടുത്ത മൂന്നാമതായി കാണിക്കുന്നത്, നമ്മുടെ ഒരു വിൻഡോയുടെ ഓപ്പണിംഗ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ വെക്കും. മനസ്സിലായില്ലേ? ഇവിടെ ഒരു പാർട്ടീഷൻ വെക്കും. അത് തെറ്റാണ്. നമ്മുടെ ഇൻലെറ്റിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒന്നും തടസ്സമായി ഒരു രീതിയിൽ നമുക്കൊരു വോൾ അവിടെ വെക്കരുത്. മനസ്സിലായില്ലേ? അവിടെ എല്ലാം ഇടിക്കും. ഇവിടെ ഭയങ്കര പ്രഷർഫുൾ ആയിട്ട് ഇവിടെ എയറിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പം അവിടെയെല്ലാം ഇത് ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്ന എയറിനെ. മനസ്സിലായില്ലേ? ഇറ്റ്സ് എ റോങ് വേ ഓഫ് വെന്റിലേഷൻ എക്സിക്യൂഷൻ. ഇപ്പം നമുക്കിത് ഈ രീതിയിൽ ചെയ്താൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എയർ ഫ്ലോ കിട്ടില്ല. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാം? ഒരു പ്രൊഡക്റ്റീവ് നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇൻലെറ്റിനേക്കാൾ കാറ്റ് വരുന്നതിനേക്കാൾ വലിയ ഓപ്പണിംഗ് ആയിരിക്കണം പുറത്തേക്ക് തള്ളുന്നതിൻ്റെ ഓപ്പണിംഗ്, അല്ലെങ്കിൽ ഒരു സെയിം ആയിട്ടുള്ള ലെങ്തിലായിരിക്കണം. ഒരിക്കലും കുറഞ്ഞു പോകരുത്. കയറുന്ന കാറ്റിനേക്കാൾ ഇറങ്ങുന്ന കാറ്റിൻ്റെ ഓപ്പണിംഗ് ചെറുതാക്കാൻ പാടില്ല. 2, മാക്സിമം നമുക്കൊരു ക്രോസ് വെന്റിലേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു വെന്റിലേഷൻ്റെ അതർ എൻഡിൽ ഒരു അഡ്ജസെൻറ്റ് വോളിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കൊടുത്താൽ നല്ലൊരു വെന്റിലേഷൻ എയർ ഫ്ലോ നമുക്ക് കിട്ടാൻ സാധിക്കും. ഈ റൂമിൽ നമുക്ക് കിട്ടാൻ സാധിക്കും. ഒരു വിൻഡോ ഉണ്ടെങ്കിൽ അടുത്ത ഔട്ട്ലെറ്റ് വിൻഡോയിനേക്കാൾ മാറ്റി അതിൻ്റെ പാർട്ടീഷൻ വോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വോൾ കൊടുക്കുക. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാതെ, ഒരു ഇൻലെറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ വോൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അവിടെ ഒരു നല്ലൊരു എയർ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊരു നമ്മുടെ പ്ലാനിൽ വർക്കബിൾ ആണോ എന്ന് നമ്മൾ നോക്കിക്കോണം. ഇതാർക്കും, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആർക്കിടെക്ചർ ഫേം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കും. അപ്പം അത് നിങ്ങളോടൊന്ന് കൺഫേം ചെയ്തേക്കുക. അടുത്തത്, നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ അകത്തെ എയർ ഡെൻസ് ആവുകയും
ഈ ചൂട് കാറ്റിന് വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മുകളിൽ ഒരു വെന്റിലേഷൻ കൊടുത്താൽ ആ കാറ്റ് ആ വഴി അങ്ങ് പൊയ്ക്കോളും. കാറ്റ് പൊയ്ക്കോളും. അപ്പോൾ പലപ്പോൾ നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമുക്ക് എയർ ഹോൾസ് ഉണ്ടായിരുന്നു. ഇപ്പം ന്യൂ ജനറേഷൻ വീട് വന്ന് ഇപ്പം എയർ ഹോൾസ് ഇല്ല. എയർ ഹോൾസിൻ്റെ ഉപയോഗം ഉണ്ടോ? 100% എയർ ഹോൾസിൻ്റെ ഉപയോഗം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇപ്പം ജിപ്സം ബോർഡൊക്കെ വരുന്നത്, ജിപ്സം ഫോൾ സീലിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് ഈ എയർ ഹോൾസ് എല്ലാം അങ്ങ് അടച്ചു കളയുകയാണ്. ജിപ്സം ഫോൾ സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എയർ ഹോൾസ് അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ അതിലേക്കുള്ള എലി എല്ലാം കയറി അത് നശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ജിപ്സം ഫോൾ സീലിങ്ങിൻ്റെ എൻഡിൽ നിന്ന് ഒരടി അല്ലെങ്കിൽ 1.5 അടി താഴോട്ട് നമുക്ക് എയർ ഹോൾസ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പം നിർമ്മിക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എയർ ഹോൾ ക്യാപ്സ് കിട്ടും. നമുക്ക് കാണാൻ ഒരു AC, നമ്മളിപ്പം 5 സ്റ്റാർ ഹോളിൽ ഇപ്പം AC വെൻ്റ് ഉണ്ടല്ലോ, അതുപോലെ കാണാൻ സാധിക്കുന്ന AC ഡക്റ്റിൻ്റെ വെൻ്റ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് എയർ ഹോൾസ് ആണ്. അത് വെച്ചാൽ നമുക്കൊരു വൃത്തികേടും കാണില്ല. അകത്തു നോക്കുമ്പോൾ അത് AC വെൻ്റാന്ന് തോന്നും, പക്ഷെ അത് ഡക്റ്റാണ്. പക്ഷെ അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇതൊരു വോൾ ആണെങ്കിൽ, ഇതൊരു ഫോൾ സീലിംഗും ആണെങ്കിൽ ഇതൊരു ആംഗിളിൽ, ഇതൊരു 5 to 10 ഡിഗ്രി ആംഗിളിൽ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെളിവശം താന്നും അകവശം പൊങ്ങിയും. കാരണം ഒരു മഴ അല്ലെങ്കിൽ റെയിൻഫോൾ ഒക്കെ വരുമ്പോൾ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ആംഗിളിൽ ഹോളിൻ്റെ നിർമ്മാണം പറഞ്ഞത്. അപ്പം അങ്ങനെ വെച്ചാൽ അകത്തേക്ക് ഒരു തൂവാനം അടിക്കില്ല, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറിൻ്റെ ഡെൻസ് മോയ്സ്ചർ അകത്തേക്ക് കയറാൻ സാധിക്കില്ല. ഒരു 5 to 10 ഡിഗ്രിയിൽ അത് ആംഗിളിൽ വെച്ചേക്കുക. രണ്ടാമത് പുറം ഭാഗം വെച്ച് അടച്ചേക്കണം. ഇതിനെ നെറ്റ് വെച്ച് ഭാഗം നല്ലൊരു ക്വാളിറ്റി വെച്ച് അടച്ചേക്കുക. അപ്പം നമുക്ക് സ്റ്റാക്ക് വെന്റിലേഷൻ രീതിയിൽ നമുക്ക് പുറത്തേക്ക് വായുവിനെ കടത്താനും സാധിക്കും. അകത്തൂന്ന് കാണുന്ന ഒരു വൃത്തികേടും നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് വരുന്നുണ്ട് പല യൂസ്ഫുൾ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഇനി മെക്കാനിക്കൽ വെന്റിലേഷനെ പറ്റി പറയാൻ ഉണ്ട്. അപ്പോൾ അത് കുറേ പറയാനുണ്ട്. നമുക്ക് ചെറിയ വീഡിയോകളായിട്ട് നമ്മൾ ഇടുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്.